ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡീൽ ഉറപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും ഒടുവിൽ ജപ്പാന് 25% താരിഫിൽ തുടരുമെന്നുള്ള ഒരു വ്യക്തമാക്കൽ ഉണ്ടായിരിക്കുന്നു. എഗെയിൻ നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കുറേ നാളുകളായിട്ട് ട്രംപ് പവൽ കോൺഫ്ലിക്റ്റ് നിലനിന്നിരുന്നു. അതിലിപ്പോൾ തൽക്കാലം പവലിനെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തമാക്കൽ വന്നിരിക്കുന്നത്. ഇനി ഡാറ്റകളിലേക്ക് വന്നു കഴിഞ്ഞാൽ US ടാരിഫ് പ്രതികൂലമായി ബാധിച്ചതോടെ ജപ്പാന്റെ കയറ്റുമതി രണ്ടാമത്തെ മാസവും ഇടിവാണ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. കയറ്റുമതി മുൻ വർഷത്തെ അപേക്ഷിച്ച് 0.5% ഒരു ഇടിവ് ഉണ്ടായിരിക്കുന്നു. എന്തായാലും പല രാജ്യങ്ങളുടെ ഇക്കണോമിയും നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് താരിഫ് പോവുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഉടൻ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെട്ടേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏതായാലും ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് സാർ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ജാസ്മിൻ, ഇപ്പം ലാസ്റ്റ് 2 മാസമായിട്ട് നമ്മൾ ഒരേ ന്യൂസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യാഴാഴ്ച പറയുന്നതല്ല വെള്ളിയാഴ്ച പറയുന്നതല്ല തിങ്കളാഴ്ച, അങ്ങനത്തെ രീതിയിലാണ് ടോപ്സി ടർവി എന്നുള്ള രീതിയിലാണ് US-ലും പ്രസിഡന്റ് ട്രംപിൻ്റെയും സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇന്നലെ ശരിയാണ്, അതുപോലെ തന്നെയാണ് മാർക്കറ്റും കേട്ടോ. നമ്മളെപ്പോലെ തന്നെ മാർക്കറ്റും ബിഹേവ് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെ രസം. കരിച്ചാൽ ഇന്നലെ തന്നെ US മാർക്കറ്റ് ഞാൻ നോക്കുമ്പോൾ ആദ്യമൊക്കെ നെഗറ്റീവായിട്ട് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അതായത് ട്രംപ് ഈസ് പ്ലാനിങ് ടു റിമൂവ് ദ ഫെഡ് ചെയർ ജെറോം പവൽ എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് വിത്തിൻ എൻ അവർ, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷനും വന്നു. അതായത് ഞാൻ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതായത് ഫെഡ് ചെയർമാനെ മാറ്റുന്നു എന്നുള്ള ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ന്യൂസ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഹൈലി അൺലൈക്ലി, അതായത് അദ്ദേഹത്തിനെ മാറ്റുന്നത് ഒരു ഹൈലി അൺലൈക്ലി ആയിട്ടുള്ള പ്രൊപ്പോസിഷൻ ആണെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യുകയും ചെയ്തു എന്ന്. അതായത് പ്രസിഡന്റ് ട്രംപിന്റെ, ഓണറബിൾ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾക്കനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ നമ്മളും US മാർക്കറ്റും അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒക്കെ ഇങ്ങനെ ഒരു ടോപ്സി ടർവി എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കണേ എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം എന്തുകൊണ്ടാണ് ട്രംപിന് ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാത്തതിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, അതായത് കുറച്ച് ഇറഗുലാരിറ്റീസ്, അതായത് ചെറിയൊരു ഫ്രോഡ് അവിടുത്തെ ഫെഡിന്റെ ന്യൂ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ റെനോവേഷന് വേണ്ടിയിട്ട് കുറച്ച് ഇറഗുലാരിറ്റീസും മിസ്മാനേജ്മെന്റും നടന്നു ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ കീഴിൽ. അപ്പോൾ അതിന്റെ ബേസിസിലാണ് എന്നുള്ളതാണ് പൊതുവേ പറയുന്ന ഒരു റീസൺ. നമ്മൾ ഇതേ കാരണം തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ നമ്മൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. അതായത് ഇങ്ങനെ ഒരു അലഗേഷൻ ജെറോം പവലിന് എഗെയിൻസ്റ്റ് ഉണ്ട് US കോൺഗ്രസിൽ, അല്ലെങ്കിൽ ട്രംപിന്റെ ആ എക്കോ സിസ്റ്റം ഇങ്ങനെ ഒരു ബ്ലെയിം ഗെയിം നടത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ള. ഇപ്പൊ ഏതാണ്ട് ദ കോറസ് ഈസ് ഗ്രോയിങ്, അതായത് ജെറോം പവലിനെ മാറ്റണം, അതായത് ഇതാണ് കാരണം, ഇൻട്രസ്റ്റ് റേറ്റ് അല്ല എന്നുള്ള രീതിയിലാണ്. അത് തന്നെ ട്രംപ് ഡിനൈ ചെയ്യുകയും ചെയ്തു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ശരിക്കും പറഞ്ഞാൽ ഒരു ലീഗൽ പ്രസിഡൻസ് ഒന്നുമില്ല, അതായത് ഒരു ഫെഡ് ചെയറിനെ മാറ്റിയതായിട്ട് ഒരു ഹിസ്റ്റോറിക്കലി ഒരു ലീഗൽ പ്രസിഡൻസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് ഈ ന്യൂസ് എഫക്റ്റ് ചെയ്തത് ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ്സിനെക്കാട്ടിലും ബോണ്ട് മാർക്കറ്റിലാണ്. അപ്പോൾ ബോണ്ട് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 3 ബേസിസ് പോയിന്റ്സ് ഡൗൺ ആയിട്ട് ഏതാണ്ട് 4.46% ആയി എന്നുള്ള. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിയർലി 4.5% ടച്ച് ചെയ്തിരുന്നു എന്നുള്ള. അപ്പോൾ 10 ഇയർ ബോണ്ട് ഈൽഡ് ഒന്ന് ചെറുതായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 0.28% ഡൗൺ ആണ്, 98.3 തന്നെ നിൽക്കുന്നു എന്നുള്ള. S&P നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ്, എസ്പെഷ്യലി US ഇക്വിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആയിരുന്നു. പ്ലസ് 0.32% അപ്പായിരുന്നു S&P എന്നുള്ളത്. നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ 0.25% അപ്പായിരുന്നു. നാസ്ഡാക്ക് കണ്ടിന്യൂസ് ടു സ്കെയിൽ ന്യൂ 52-week ഹൈ, ഹിസ്റ്റോറിക് ഹൈ അടിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഈ നാസ്ഡാക്കിനെ കുറിച്ച് കാണുന്നത്. നമ്മൾ ഈ ജെറോം പവലിൻ്റെ കാര്യം, ഫെഡ് ചെയർ അല്ലെങ്കിൽ ഫെഡ് ചെയർമാൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിനൊരു ലീഗൽ പ്രസിഡൻസ് ഇല്ല, അല്ലാതെ ഇതിനു മുമ്പേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ 1913, അതായത് 1913 ഫെഡ് റിസർവ് ആക്ട് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഗവർണേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാം ഫോർ എ കോസ്. അതായത് ഒരു കാരണം ഉണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട്, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡ് ചെയറിനെ മാറ്റാം അല്ലെങ്കിൽ ഗവർണറിനെ മാറ്റാം എന്നുള്ള കേസിലാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറഗുലാരിറ്റീസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ബിൽഡിംഗ് ഓർ റിനോവേഷൻ ഓഫ് ഫെഡ് ബിൽഡിംഗ് ഈസ് എ ഗുഡ് കോസ് ടു റിമൂവ് ഗവർണർ എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുന്നു. അതായത് എപ്പോൾ വേണമെങ്കിലും ട്രംപിന് ഇത് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ട്രംപിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഇത്, അല്ലാണ്ട് ലീഗൽ പ്രസിഡന്റ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റൂല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഇതൊക്കെ പറയണമെങ്കിലുണ്ടല്ലോ, ഫെഡിനെ കുറിച്ച് വേറൊരു അലിഗേഷൻ പണ്ടേ US-ലുണ്ട്. അതായത് പൊളിറ്റിക്കൽ ഫെഡ് ആണെന്ന് പറയുന്ന കുറേ കമൻറ്റേറ്റേഴ്സും മീഡിയാസും ഉണ്ടെന്നുള്ളത്. ഒന്നാമത്തെ കാരണം തന്നെ
ഈ ഫെഡിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. അതാത് സമയത്തുള്ള പ്രസിഡന്റാണ് അതിനെ അപ്പോയിന്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ സബ്ജക്ട് ടു സെനറ്റ് അപ്രൂവൽ, സെനറ്റിന്റെ അപ്രൂവൽ വെച്ചിട്ടാണ് ഫെഡ് ഇത് അപ്പോയിന്റ് ചെയ്യണമെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുമ്പേ തന്നെ പലപ്പോഴായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ട്രാൻസിഷൻ ചെയ്ത് വേറൊരു ഗവൺമെന്റ്, ഡെമോക്രാറ്റ്സ് അപ്പോയിന്റ് ചെയ്ത ഗവർണർ, ഡെമോക്രാറ്റ്സിന്റെ ഭരണം മാറി റിപ്പബ്ലിക്കൻസ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ ഗവൺമെന്റും അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേഷനും ഡെമോക്രാറ്റ്സ് അപ്പോയിന്റ് ചെയ്ത ഗവർണറായിട്ട് ഒത്തുപോകാറില്ല. വൈസി വേഴ്സ, നേരെ തിരിച്ചും അതുപോലെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ വരാറുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിനെ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1970 പ്രസിഡന്റ് നിക്സൺ ഉണ്ടല്ലോ, റിച്ചാർഡ് നിക്സൺ, അന്നത്തെ ആർതൂർ ബേൺസ് എന്ന് പറയുന്ന ഗവർണർ അഗൈൻസ്റ്റ് അടിച്ചിരുന്നു എന്നുള്ള, അതായത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ 1960 പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ ശരിക്കും പറഞ്ഞാൽ ഷൗട്ടഡ് അറ്റ് ദ ദെൻ ഫെഡ് ചെയർമാൻ എന്നാണ്, അതായത് വില്യം മാർട്ടിൻ അഗെയിൻസ്റ്റ്, അതായത് നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് റേസ് ചെയ്തത് കാരണം എൻ്റെ ഇലക്ഷൻ പ്രോസ്പെക്ട്സ് വരെ നശിച്ചു എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലിൻഡൻ ജോൺസൺ വില്യം മാർട്ടിൻ അന്നത്തെ ഫെഡ് ചെയറിന് അഗെയിൻസ്റ്റ് സംസാരിച്ചു എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കൂടാതെ തന്നെ പലപ്പോഴും മീഡിയ ഉണ്ടല്ലോ, അവിടുത്തെ യു എസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലാട്ടോ. അവർ പലപ്പോഴും ഈ ഫെഡ് ചെയറിനെ അവരുടെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന് അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ടാമ്പർ ചെയ്യുന്നതായിട്ട് അലഗേഷൻ ഉണ്ട്. അതായത് ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ആണല്ലോ ഒരു എക്കണോമിക്ക്. അതുമല്ല കോർപ്പറേറ്റ്സിനെ സഹായിക്കും. അപ്പോൾ കോർപ്പറേറ്റ്സിന്റെ ഫണ്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിന് കിട്ടും. കൺസ്യൂമറിന്റെ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, അപ്പോൾ EMI കുറയും, ഇൻട്രസ്റ്റ് ബർഡൻ കുറയും. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് ഒരു മൂവ് ആണെന്നുള്ള. അപ്പോൾ പല ഫെഡ് ചെയർമാൻസും അവരുടെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിനെ സഹായിക്കാനായിട്ട് ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഇതായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ടാമ്പർ ചെയ്യണ പതിവൊക്കെ അവിടെയുണ്ട്. ആ കഥ നമ്മൾ ഇവിടെയും പറയാറുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, RBI അപ്പോയിന്റ് ചെയ്യണത് ഗവൺമെന്റ് തന്നെയാണ്. RBI ചെയർമാൻ അല്ലെ, ഇവിടുത്തെ ഫെഡ് ചെയർമാൻ അവിടെയും, ഇവിടെ നമ്മുടെ RBI ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യണം. അതായത് സെൻട്രൽ ബാങ്ക്സിന്റെ ഹെഡിനെ അപ്പോയിന്റ് ചെയ്യണത് ഗവൺമെന്റിന്റെ ജോബ് ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കിന്റെ ഹെഡ്സ് US-ലാണെങ്കിൽ ഫെഡറൽ FOMC, നമ്മുടെ ഇവിടെയാണെങ്കിൽ RBI ശരിക്കും പറഞ്ഞാൽ ലീഗലി ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കണം ആക്ട് ചെയ്യണം എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്ത് വന്നാലും ഇത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് പലപ്പോഴും പറയാറുണ്ട്. പല ഗവർണർമാർക്കും, അതായത് ഇവിടുത്തെ RBI ഗവർണറും അവിടുത്തെ FOMC ചെയർമാനും അവരുടേതായ പൊളിറ്റിക്കൽ അഫിലിയേഷൻ കാണാം. പക്ഷേ ഈ ഹെഡ്സ് തീർച്ചയായിട്ടും, അതായത് ഈ ചെയർമാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ RBI ഗവർണർ ഒരിക്കലും അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അവരുടെ നടത്തിപ്പിനെ ബാധിക്കരുത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കൂടെയാണ്. അതായത് പൊളിറ്റീഷ്യൻസിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, RBI ഗവർണറുടെ ഭാഗത്തുനിന്നും ഫെഡ് ചെയർമാന്റെ ഭാഗത്തുനിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിനർത്ഥം. പിന്നെ മൂന്നാമത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു ഇൻഡിപെൻഡന്റ് ഓട്ടോണോമസ് ബോഡി നിങ്ങൾ കയറി ഇരിക്കുമ്പോൾ, അതായത് ഒരു ഗവർണർ എന്ന രീതിയിൽ ഇവിടെ RBI-ലും FOMC ചെയർ എടുത്ത് നമ്മുടെ ഒരു ഫെഡ് ചെയർമാൻ ജെറോം പവലാണ് അവിടെ നമ്മുടെ ഇവിടുത്തെ RBI ഗവർണർ ഇരിക്കുമ്പോഴും, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് പൊളിറ്റിക്കൽ അഫിലിയേഷനൊന്നും ആവട്ടെ, ആര് അപ്പോയിന്റ് ചെയ്തോ ആവട്ടെ, നിങ്ങൾ ലീഗലി ഇൻഡിപെൻഡന്റും ആയിക്കോട്ടെ, പക്ഷെ ഗവൺമെന്റിന്റെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ നോക്കാനായിട്ട്. അതായത് ഇൻഫ്ലേഷൻ മാത്രം മാനദണ്ഡമാക്കി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകരുത്. അത് മാത്രമല്ല, ഒരു ഗ്രോത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ നോക്കണം, RBI എന്ത് പക്വതയുടെ കൂടെയാണ്, അത് ഗവൺമെന്റ് കൂടെ നിന്ന് സഹായിച്ചു എന്നല്ല അതിനെ പറയേണ്ടത്. ഇപ്പൊ ഗവൺമെന്റ് ഗ്രോത്ത് ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ടാരിഫിന്റെ ഇഷ്യൂസ് ഒക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഇത്തിരി കൂടി നിൽക്കുന്ന സമയത്ത് ഗവൺമെന്റ് എന്താ ചെയ്തത്? ഗവൺമെന്റ് കൺസംഷന്റെ ഫിഗേഴ്സ് വളരെ ലോ ആണെന്ന് അറിഞ്ഞപ്പോൾ കൺസംഷൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏതാണ്ട് കോമൺ സിറ്റിസൺ മിഡിൽ ക്ലാസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു ഇൻകം ടാക്സ് റേറ്റ് കട്ട് കൊണ്ടുവന്നു. ഇൻകം ടാക്സ് റേറ്റ് കട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 12 lakhs വരെയില്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്തിനാ അത് ചെയ്യുന്നത്? അതായത് മിഡിൽ ക്ലാസ്സിന് റിലീഫ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ പൈസ തിരിച്ച് എക്കണോമിയിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് വന്നിട്ട് എക്കണോമിയിൽ കൺസംഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യുക, എക്കണോമി ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ ഗവൺമെന്റ് വേറെ ഒന്ന് പറഞ്ഞു വെക്കണമെന്ന് വെച്ചാൽ, അടുത്ത GST മീറ്റിംഗിൽ പല GSTയുടെയും സ്ലാബുകൾ എടുത്തു കളഞ്ഞ് അല്ലെങ്കിൽ ഒന്നിപ്പിച്ച് GST റാഷണലൈസേഷന് പോകുന്നു. ഈ GST റാഷണലൈസേഷന് പോയി കഴിഞ്ഞാൽ എന്താ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് വിൽ കം ഡൗൺ അല്ലേ? അപ്പോൾ ഗവൺമെന്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ആൾക്കാരിൽ പൈസ കൂടുതൽ കൊടുക്കാൻ നോക്കുന്നു, ഇൻകം ടാക്സ് റേറ്റ് കട്ട് കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി ഗവൺമെന്റ് ചെയ്യണം എന്തിനാ? ഒരു ഗ്രോത്ത് ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഇന്റൻഷൻ RBI, നമ്മുടെ ഇവിടുത്തെ RBI മനസ്സിലാക്കിയിട്ടാണ് 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് അടുത്ത 25 കൂടെ, അതായത് ഇനി വരാൻ പോണ മാസങ്ങളിലും ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് വളരെ ലോ ആയിരുന്നല്ലോ, അതും കൂടെ കണക്കിലെടുത്ത്, ഇനി വരാൻ പോണ ഫ്യൂച്ചർ ഇൻഫ്ലേഷനും കൂടെ കണക്കിലെടുത്ത് ആ 25 കൂടെ ഇപ്പോഴത്തെ 25 ആഡ് ചെയ്ത് 50 ബേസിസ് പോയിന്റ്സിന്റെ കട്ട് കൊണ്ടുവന്നു. അതായത് ഗവൺമെന്റ് ആൻഡ് RBI രണ്ടുപേരുടെ ഉദ്ദേശം
എക്കണോമിയെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള. അപ്പോൾ ഇതേപോലെ ഇവർ രണ്ടുപേരുടെ ഉദ്ദേശങ്ങളും ഈ പറയുന്നതിൽ ഒന്നിച്ചു പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ കാര്യം ഓഫ് കോഴ്സ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഉയരാൻ ചാൻസ് ഉണ്ട്. കാര്യം ടാരിഫ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഉയരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള റൂള് നിലനിൽക്കെ തന്നെ എങ്ങനെ നമുക്ക് ഗ്രോത്തിനെ ട്രിഗർ ചെയ്യാം എന്നുള്ളത് ജെറോം പവൽ ഒന്ന് മനസ്സിൽ വെക്കണമെന്നേ ഉള്ളൂ. ഞാൻ ട്രംപിൻ്റെ സൈഡിൽ നിൽക്കുക അല്ലെങ്കിൽ ജെറോം പവൽ പറയുന്നതിന് എതിരെ നിൽക്കുക എന്നല്ല. നമ്മളൊരു എക്കണോമി സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഗവൺമെൻറ്റും ഫെഡ് ചെയറും അല്ലെങ്കിൽ ഗവൺമെൻറ്റും RBI ഗവർണറും രണ്ട് തലത്തിൽ പോവുക എന്ന് പറയുന്നത് ഒരു എക്കണോമിക്ക് നല്ലതല്ല എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ റേറ്റ് കട്ട് മാത്രമായിട്ടാണ് മാനദണ്ഡമെങ്കിൽ, അതായത് ഇൻഫ്ലേഷൻ്റെ ഒരു ഫിഗർ വെച്ച് മാത്രമേ ഞാൻ എൻ്റെ RBI മോണിറ്ററി പോളിസി അല്ലെങ്കിൽ FOMC മോണിറ്ററി പോളിസി മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് അവിടെ കാശും ശമ്പളവും കൊടുത്ത് ഇങ്ങനത്തെ ആൾക്കാരെ വെക്കേണ്ട, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിട്ടാൽ മതി. ഇന്ന രീതിയിൽ ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക, ഇന്ന രീതിയിൽ ഇൻഫ്ലേഷൻ കയറുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് വരണമെന്ന് വെച്ചാൽ ഒരു ലാർജർ പിക്ചറിനെയും ഗ്രോത്ത് സ്ട്രാറ്റജിയെയും മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെഷീൻസിനെ റീപ്ലേസ് ചെയ്ത് മാനിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു വെക്കണം എന്നല്ല. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നലെ US മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ പല ലാർജ് ബാങ്ക്സിൻ്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും റിസൾട്ട് വന്നിരുന്നു. മിനിങ്ങാന്നും വന്നിരുന്നു, നമ്മളത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള. ഇന്നലെ ബാങ്ക് ഓഫ് അമേരിക്ക, മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മൻ സാക്സിൻ്റെ റിസൾട്ട്സ് വന്നു. എല്ലാം വളരെ നല്ല റിസൾട്ട് ആയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി നെറ്റ്ഫ്ലിക്സ്, അതായത് ഒരു ടെക്നോളജി കമ്പനിയുടെ വരാൻ പോകണു എന്നുള്ളതാണ്, നെറ്റ്ഫ്ലിക്സിൻ്റെ റിസൾട്ട്സ് വരാൻ പോകണു എന്നുള്ളതാണ്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിനെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയാണ്. ജപ്പാൻ്റെ മാക്രോസ് ആണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് 2 കൺസിക്യൂട്ടീവ് മന്ത് ആയിട്ട് അവരുടെ എക്സ്പോർട്ട് ഫിഗേഴ്സ് ഡൗൺ ആണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല US-ലേക്കുള്ള എക്സ്പോർട്ട് ജൂൺ മാസം 11.4% മൈനസ് ആണ്, അതായത് ഡൗൺ ആണെന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയണം. കാര്യം എന്ന് വെച്ചാൽ US-ഉം ജപ്പാനും വളരെ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് പാർട്ണറാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ആദ്യം ഇന്ത്യയൊക്കെ ആയിട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ജപ്പാനും US-ഉം ആയിട്ട് സൈൻ ചെയ്യുന്നതാണ് വിചാരിച്ചത്. അത് നടന്നില്ല. അവർ റൈസിൻ്റെ പേരും പറഞ്ഞ് ഇത്തിരി വളരെ ക്രിട്ടിക്കലാണ് ട്രംപ് ജപ്പാൻ എഗെയിൻസ്റ്റ്. അതായത് ട്രംപ് പറയുന്നത് വെച്ചാൽ ജപ്പാൻ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ റൈസിന്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ കയ്യിൽ നിന്ന്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാം. പക്ഷേ എന്ത് വന്നാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കാരണമായിട്ട് ജപ്പാൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്തിരി ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു വശത്ത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്വേർഡ് റെസിസ്റ്റൻസ് തീർച്ചയായിട്ടും ഇന്നലെ പറഞ്ഞൊന്നും മാറ്റമില്ല. 25,408 കട്ട് ചെയ്ത് മുന്നോട്ട് പോകണം, അതാണ് ആ റെസിസ്റ്റൻസ് കിടക്കുന്നത്. ഡൗൺവേർഡിലൊരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 25,001 അതിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ലാർജ്ലി അൺചേഞ്ച് ഫ്രം യെസ്റ്റർഡേ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രംപ് ഈ പറയുന്ന പോലെ ഞാൻ ഏതാണ്ട് 100-150 കൺട്രീസായിട്ട് അല്ലേ 150 കൺട്രീസായിട്ട് ഒരു ടാരിഫ് 10.15% ഇടയിലാണ് വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീൽ ഉടനെ തന്നെ നടക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ബട്ട് അതിനകത്തൊരു ക്യാവിയേറ്റും കൂടെ ഉണ്ട്. അദ്ദേഹം ചേർത്ത് പറയുന്നത് ഇന്തോനേഷ്യ പോലെ എന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യക്ക് എത്രയാണ് 19% ആണെന്നുള്ളതാണ്. അപ്പോൾ ഇന്തോനേഷ്യയെ സംബന്ധിച്ച് ആദ്യത്തെ ലിസ്റ്റിൽ ഇന്തോനേഷ്യക്ക് വന്നത് 32 ആണ്. ആ 32 നിന്ന് കുറഞ്ഞ് 19 ആയിരിക്കുന്നു എന്നുള്ളത് ഇന്തോനേഷ്യയെ സംബന്ധിച്ച് ആശ്വാസകരം. ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യത്തെ ലിസ്റ്റിൽ നമുക്ക് വന്ന് 26% ആണ്. അവിടെ നിന്ന് എങ്ങോട്ട് താഴോട്ട് വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇന്തോനേഷ്യ പോലെ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഏതാണ്ട് മാർക്കറ്റ്സ് റീഡ് ചെയ്യുന്നത് 15-20% ഇടയ്ക്കാണ് ചാൻസ് എന്നുള്ളതാണ്. ബട്ട് അതവിടെ മാറ്റിവെക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്തോനേഷ്യ പോലെ എന്ന് പറയുമ്പോൾ വേറൊരു സൈഡുണ്ട്. ഇന്തോനേഷ്യ ഫ്രീ ആക്സസ് ടു US ടു ദ ഇന്തോനേഷ്യൻ മാർക്കറ്റ് കൊടുത്തു എന്നുള്ളതാണ്. ഇന്ത്യ അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് ഇന്നും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈറ്റ് റേഞ്ചിലാണ് മൂവ് ചെയ്യണമെന്ന് പറയണമെങ്കിലും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം ലോവർ എൻഡ് ഓഫ് ദ റേഞ്ച്, അതായത് 25,000 ലെവലിൽ വരാൻ നേരത്ത് ഒരു ബൈയിങ് കാണുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു എൻകറേജ്മെന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കണ്ടുപോയേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SBIയുടെ എനിക്ക് തോന്നുന്നു ന്യൂസിലേക്ക് ലൈവ് പോകും. അപ്പോൾ അതിന് മുമ്പ് 2-3 കാര്യം കൂടെ പറഞ്ഞു വെക്കാന്ന് വെച്ചാൽ SBI അതായത് ലാർജസ്റ്റ് ലെൻഡർ ഇൻ ദ കൺട്രി അവരൊരു ഒരു ഷെയർ സെയിൽ വഴി അവരൊരു ഫണ്ട് റേസിംഗ് അവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ 8 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് വീണ്ടും 8 കൊല്ലത്തിന് ശേഷമാണ് SBI ഫണ്ട് റേസ് ചെയ്യുന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഒരു ഇന്ത്യൻ കമ്പനി റേസ് ചെയ്യുന്ന ലാർജസ്റ്റ് എമൗണ്ട് ആണ് ഈ SBIയുടെ മെഗാ QIP എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവർ ഷെയർ സെയിൽ നടത്തി ഫണ്ട് റേസ് ചെയ്യുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റിൽ കൂടിയാണ്. അതായത് QIP അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് LIC ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ GIC സിംഗപ്പൂർ വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഇന്റർനാഷണൽ വന്നിട്ടുണ്ട്, ICIC പ്രൊഡൻഷ്യൽ AMC ഉണ്ട് എന്നൊക്കെ ഒരു റൂമേഴ്സ് പറയുന്നതേ ഉള്ളൂ. നമ്മൾ 2017 സ്റ്റേക്ക് സെയിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇപ്രാവശ്യം 25,000 കോടിയുടെ സ്റ്റേക്ക് സെയിലാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്വിറ്റി ഡൈല്യൂഷൻ എത്ര വരും എന്നറിയോ?
3.47% വരാനാണ് ചാൻസ്. കാര്യം വെച്ചാൽ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രൈസ് ബാൻഡ് എത്രയെന്ന് അറിയോ? ലോവർ എൻഡിൽ 806 രൂപയും ഹയർ എൻഡിൽ 831 രൂപ 70 പൈസ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് അവർ ശരിക്കും പറഞ്ഞാൽ QIP റേസ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ഇക്വിറ്റി ഡൈല്യൂഷൻ വരുന്നു. എന്തായാലും ഒരു 3.47% ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതുള്ള. 25,000 കോടിയാണ് റേസ് ചെയ്യുന്നത് എന്നുള്ള ബയേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയും ചെയ്തു. 2017 ഇവർ റേസ് ചെയ്തത് 15,000 കോടിയാണ്. ഈ 15,000 crores റേസ് ചെയ്തത് 287.25 എന്ന് പറയുന്ന ഫ്ലോർ പ്രൈസിലാണ് അവർ റേസ് ചെയ്തെന്നുള്ള. അന്ന് അതിന്റെ 40% മേടിച്ചത് LIC ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഇവിടെയും LIC തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പ്രത്യേകിച്ച് SBI എന്ന് പറയുന്നത് ഒരു PSU ബാങ്ക്സ് ആയതുകൊണ്ട് അങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗവൺമെന്റ് ഏതായാലും SBIയിൽ 57.43% ഷെയർ ഹോൾഡിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഫണ്ട് റേസിംഗ് കൂടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞില്ല ഏതാണ്ട് 3.47% ഇക്വിറ്റി ഡൈല്യൂഷൻ വരുമ്പോൾ ഗവൺമെന്റ് സ്റ്റേക്ക് 57.43 നിന്ന് കുറഞ്ഞ് 55% ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. ഈ ഫണ്ട് റേസിംഗ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അവർ പറയുന്നത്, അതായത് SBI പറയുന്നത് ഞങ്ങളുടെ ഗ്രോത്തിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് റേസിംഗ് ആവശ്യം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഫണ്ട് റേസിംഗോടുകൂടി ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അവർക്ക് 60 ബേസിസ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 14.25% ആണ്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത് സാധാരണ പ്രേക്ഷകരുടെ അറിവിലേക്ക് വരികയാണ്. നമ്മളൊരു ബാങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലോൺ കൊടുക്കുമല്ലോ. അപ്പോൾ ആ ലോണിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബാങ്കിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് എത്ര ലോൺ കൊടുക്കുന്നു അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മളൊരു ബഫർ മണി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബാക്കപ്പ് മണി ആയിട്ട് നമ്മൾ വയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അത് RBIയുടെ റൂൾ അനുസരിച്ച് 11.5% ആണ്. 11.5% RBIയുടെ മാനദണ്ഡം നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 14.25 SBIക്കുള്ളത് വളരെ ഹെൽത്തി ഫിഗർ ആയിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഏതാണ്ട് 60 ബേസിസ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യും ഈ ഫണ്ട് റേസിൽ കൂടെ. 3 ഈ പറയുന്ന പോലെ ഈ ബാങ്കിൻ്റെ ബുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഈ 2025 കുറച്ച് നല്ല QIPs വന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ പറയുന്നത് SBIയുടെ 25,000 കോടി, പിന്നെ ബയോകോൺ വന്നിട്ടുണ്ട് 4,500 കോടി, CG പവർ 3,000 കോടി വന്നിട്ടുണ്ട്, ഹിറ്റാച്ചി എനർജി 2,521 കോടി, IREDA 2,000 കോടിയും യൂക്കോ ബാങ്കിൻ്റെ 2,000 കോടിയും ഈ 2025 മേജർ ആയിട്ടുള്ള QIPs ആണെന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എനിക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാനുള്ള ജാസ്മിൻ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് ബാങ്ക് FD നമ്മൾ സാധാരണ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ പ്രിഫേർഡ് ബാങ്ക് എപ്പോഴും PSU ബാങ്ക്സ് ആണ് അല്ലേ, നമ്മുടെ ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യാനായിട്ട്. ബട്ട് നമ്മൾ 2015 മുതൽ 2025 വരെ 10 കൊല്ലത്തെ സ്റ്റഡി നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ PSU ബാങ്ക് അതായത് FDയുടെ PSU ബാങ്കിൽ ഇട്ടിരിക്കുന്നതിൻ്റെ ഷെയർ ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 76.3% നിന്ന് കുറഞ്ഞ് 56.3% ആയി. അതായത് 76% നിന്ന് കുറഞ്ഞ് 56%, 20% ഡൗൺ ആയി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ആ കൺവേഴ്സ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൻ്റെ അതായത് FDയുടെ ഷെയർ 20% നിന്ന് 35% കൂടി. എന്തുകൊണ്ടാണ് ഇന്ത്യൻ റീറ്റെയിലേഴ്സ് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ജനത PSU ബാങ്കിൽ വിശ്വസിക്കാതെ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ബാങ്ക്സിൽ വിശ്വസിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് പിക്കിങ്ങിലും സ്റ്റോക്ക് മാർക്കറ്റിലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സാധാരണ പ്രേക്ഷകൻ മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഈ HHI നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. HHI നമ്പർ ശരിക്കും പറഞ്ഞാൽ ആ HHI നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൽ അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെക്ടറിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ സിമെൻറ്റ് സെക്ടർ, ഈ സിമെൻറ്റ് സെക്ടറിൽ എത്രത്തോളം അവിടുത്തെ ലാർജർ പ്ലേയേഴ്സിന് കൺട്രോൾ ഉണ്ട്. അതായത് ആ സിമെന്റ് സെക്ടറിൽ കോമ്പറ്റീഷൻ ഉണ്ടോ അതോ 2 or 3 മെയിൻ പ്ലേയേഴ്സ് മാത്രമാണോ ആ സെക്ടറിനെ കൈയടക്കി വച്ചിരിക്കുന്നത്, എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നൊക്കെ തരുന്ന ഒരു ഫിഗർ തരുന്ന ഈ നമ്പറാണ് HHI നമ്പർ എന്ന് പറയും. അപ്പോൾ അവർ BSE 500 കമ്പനീസ് ഒന്ന് സ്കാൻ ചെയ്ത് പഠിച്ച് ഒരു ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ആർട്ടിക്കിളും ഒക്കെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ BSE 500 കമ്പനീസിൽ ശരിക്കും പറഞ്ഞാൽ 8 സെക്ടർ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ 6 സെക്ടറിലും ഈ പറയുന്ന പോലെ വളരെ കോൺസെൻട്രേറ്റഡ് ആണെന്ന്. അതായത് 6 സെക്ടറിൽ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ലീഡേഴ്സ് അതായത് മെയിൻ മാർക്കറ്റ് ലീഡേഴ്സ് ആണ് അതിൻ്റെ സെക്ടർ കൺട്രോൾ ചെയ്യുന്നത്. കോമ്പറ്റീഷന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അത് ഏതൊക്കെ സെക്ടറാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏവിയേഷൻ ആലോചിക്കാമല്ലോ. നമുക്ക് ഏവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം ഈ പറയുന്ന പോലെ ഇപ്പോൾ സ്പൈസ് ജെറ്റും ഗോ എയറും ഒക്കെ പോയ സ്ഥിതിക്ക് ഇൻഡിഗോ ആണ് റൂൾ ചെയ്യണത്. എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റ എടുത്തിട്ട് ഒന്ന് ടേൺ അപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറേ ഇഷ്യൂസ് നമുക്ക് അതിന് എയർ ഇന്ത്യക്ക് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇൻഡിഗോയുടെ കയ്യിലിരിക്കുന്നതാണ്, അതിൻ്റെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏവിയേഷൻ സെക്ടർ. അതേപോലെ ഓരോ സെക്ടറും കഥയുണ്ട്, ഞാൻ എല്ലാത്തിലും പോകുന്നില്ല. ഏവിയേഷൻ, സിമെന്റ്, ഓട്ടോമൊബൈലിൽ തന്നെ പാസഞ്ചർ കാർസ്, സ്റ്റീൽ,
ടെലികോം, ടയർ ഇൻഡസ്ട്രി, ഇതൊക്കെ ഏതാണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാർക്കറ്റ് ലീഡറിന്റെ കയ്യിൽ മാത്രമേ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 8 സെക്ടറിൽ 6 2 സെക്ടറിലാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ എല്ലാം കൂടെ കയറി സെക്ടർ ഫ്രാഗ്മെന്റഡ് ആയിട്ട് കിടക്കണേ. ഒന്നെന്ന് പറയുന്നത് പെയിന്റ്, രണ്ടാമത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ 2 വീലേഴ്സ്. ഈ 2 സെക്ടറാണ്. എങ്കിലും പെയിന്റ്സിന്റെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇത് വേറൊരു ആംഗിളിൽ കൂടെയും നോക്കാം. അതായത് ഈ 6 സെക്ടറിലെ കോമ്പറ്റീഷൻ വലുതായിട്ടില്ല, മാർക്കറ്റ് ലീഡേഴ്സിൻ്റെയാണ് കയ്യിൽ നിന്ന് ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തതെന്നറിയാം. അതായത് കോവിഡ് വന്നു, ഷട്ട് ഡൗൺ കഴിഞ്ഞിട്ട് പല ചെറിയ കമ്പനികൾക്കും തലപൊക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂ ഒക്കെ ഉണ്ട്. എന്നാൽ ലാർജർ കമ്പനികൾക്ക് ഒരുപാട് ക്യാഷ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. ഒന്ന്. രണ്ടാമത് ഈ GST വന്നതോടുകൂടി കോൺസെൻട്രേറ്റഡ് ആയി, അതും വലിയ പ്ലെയേഴ്സിനെ മാത്രമാണ് സഹായിച്ചത്. മൂന്നെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ IBC കോഡ് വന്നതൊക്കെ സ്ഥിതിക്ക് ഈ ചെറിയ കമ്പനികളൊക്കെ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പോലും അതിന് റെസൊല്യൂഷൻ വരുന്ന വിചാരിച്ച് അവരങ്ങ് നശിച്ചങ്ങ് വിടുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ 3 കാരണത്താൽ തന്നെ ബിസിനസ് ഈ പല സെക്ടറിലും ഈ ടോപ്പ് പ്ലെയേഴ്സിൽ മാത്രം ചെന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. പെയിന്റിന്റെ സെക്ടറിൽ നമുക്ക് നന്നായിട്ട് അറിയാലോ, ഇപ്പോൾ പെയിന്റ് കമ്പനിയിൽ സംഭവിക്കുന്നത് എന്താ, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ വന്ന കാരണം എല്ലാവരും ഡിസ്കൗണ്ട് കൊടുത്ത് മാർക്കറ്റ് ഷെയർ പിടിക്കാൻ നോക്കുകയാണ്. JSW പെയിന്റ്സ് സെയിനിലേക്ക് വന്നു, ബിർള ഓപ്പസ് ഈ പറഞ്ഞ പോലെ ഗ്രാസിം, അതായത് ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്ന് വന്നു. ഇതൊക്കെ കാരണം ഏഷ്യൻ പെയിന്റ്സ് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം നമ്മൾ പ്രേക്ഷകരത് പറയുന്ന ഇതാണ്, അതായത് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അതായത് ഈ പറയുന്ന 8 സെക്ടറിൽ ടോപ്പ് പ്ലേയേഴ്സിൻ്റെ മാത്രം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, മാർജിൻ പീക്ക് ചെയ്ത് നിൽക്കുകയാണോ, ഇവിടുന്ന് ഈ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി കൂടുതൽ കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ മാർജിൻ പോവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് പഠിച്ചു വെക്കണം. അതായത് ഒരു ബിസിനസ് സൈക്കിളും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസസും അല്ലെങ്കിൽ സ്റ്റോക്ക് മൂവ്മെന്റും പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ജാസ്മിൻ്റെ ഒരു 2-3 മിനിറ്റിൻ്റെ കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ സിമെന്റ് ഇൻഡസ്ട്രി നോക്കുക. ഈ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. സിമെന്റ് ഇപ്പം അങ്ങനെയാണെന്നല്ല, ഞാനൊരു എക്സാമ്പിൾ ഒരു ഇല്ലസ്ട്രേഷന് വേണ്ടി മാത്രം പറയാം. സിമെന്റ് പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് സിമെന്റ് കമ്പനികൾ അതായത് സിമെന്റ് ഇൻഡസ്ട്രിയിൽ ഏതാണ്ട് 2-3 പ്ലെയേഴ്സേ ഉള്ളൂ. എല്ലാം ലാർജർ പ്ലെയേഴ്സാണ്. അൾട്രാടെക്, ACC, ഗുജറാത്ത് അംബുജ, അങ്ങനെ 2-3 പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നന്നായിട്ട് പോകുന്നു. ഈ കമ്പനികളൊക്കെ നന്നായിട്ട് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കുന്നു, ഗ്രോ ചെയ്യുന്നു. പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ കുറേ ചെറിയ ഈ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആലോചിക്കുകയാണ്, ഈ സിമെന്റ് ബിസിനസ് കൊള്ളാലോ, ഇതിനകത്ത് ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, വലിയ കമ്പനികൾക്ക് ഇത്രയും കിട്ടുന്നു, അപ്പോൾ ചെറിയൊരു മാർക്കറ്റ് ഷെയർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ കിട്ടും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആ സൈക്കിൾ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചീപ്പായി. അപ്പോൾ ചീപ്പായിട്ട് ക്യാപിറ്റൽ കിട്ടുമ്പോൾ ഈ ചെറിയ കമ്പനികൾ വിചാരിക്കുന്നത് എന്തായാലും പണ്ട് 8% കിടന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഏതാണ്ട് 5% ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് കാശ് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് സിമെന്റ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി ഈ വലിയ വരയിൽ നിന്ന് ചെറിയൊരു മാർക്കറ്റ് ഷെയർ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുമെന്ന് വെച്ച് ഹെവി ആയിട്ട് ക്യാപിറ്റൽ അവർ ഡെപ്റ്റ് എടുക്കും. ബാങ്കിൽ നിന്ന് ഡെപ്റ്റ് എടുത്ത് അവർ ആ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സിമെന്റ് കമ്പനികളായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രൈസിങ് ഭയങ്കരമായിട്ട് താഴും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഇപ്പോൾ പെയിന്റ് സെക്ടറിൽ നടക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ പ്രൈസ് കുറയ്ക്കും. പ്രൈസ് കുറയ്ക്കുമ്പോൾ ലാർജർ കമ്പനിക്കും കുറയും, ചെറിയ കമ്പനിക്കും കുറയും, എല്ലാവർക്കും കുറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിന് വേറൊരു കഥയുണ്ട്. ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ ചെറിയ പാർട്ടികളിൽ നിന്ന് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം പ്രൈസ് കുറയ്ക്കണം വലിയവരാണ്. എന്തിനാണെന്നറിയാം, ഈ ചെറിയവരെ തട്ടിക്കളയാൻ വേണ്ടി. പിന്നെ ചെറിയവർക്ക് കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് മാർജിൻ വേണം. അപ്പോൾ ഈ വലിയവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ കട്ട് ചെയ്ത് തകർത്ത് ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഇൻഡസ്ട്രി അങ്ങ് കില്ലി. അവസാനം ശരിക്കും പറഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ തിരിയുമ്പോൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് കൂടി വരുമ്പോൾ ഈ ചെറുതായിട്ട് തുടങ്ങിയ കമ്പനികൾക്ക് ഒന്നാമത് കോമ്പറ്റീഷൻ കാരണം നിൽക്കാൻ വയ്യ, വലിയവർ ഇവരുടെ മുഖത്ത് ഒരു തലക്കടി കൊടുത്തു എന്നുള്ള, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ഇവർക്ക് സർവീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ അവർ ലോസിലേക്ക് പോയി തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അവർ പൂട്ടി ഷട്ട് ഡൗൺ ചെയ്യുന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളെ വലിയ കമ്പനികൾ തിരിച്ചു വന്ന് ഈ പറഞ്ഞ പോലെ ചെറിയ വിലയ്ക്ക്, അതായത് അവർ സ്വന്തമായിട്ട് പ്ലാന്റ് തുടങ്ങണമെങ്കിൽ 100 കോടി ആവുമെങ്കിൽ ഇതേപോലെ പൊട്ടിക്കിടക്കുന്ന കമ്പനികൾ മേടിക്കാൻ ചിലപ്പോൾ 20 കോടിയേ ആവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. എന്നിട്ട് അതിനെ അങ്ങ് അക്വയർ ചെയ്യും. എന്നിട്ട് ആ പോയ മാർക്കറ്റ് ഷെയർ തിരിച്ചു പിടിച്ച് ഈ 3 പേരും തിരിച്ച് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും എന്നുള്ള. അപ്പോൾ ഇതാണ് ആ ബിസിനസ് സൈക്കിൾ എന്നുള്ളത്. ആ ബിസിനസ് സൈക്കിളിൽ എവിടെ കയറിയിട്ടാണ് നമ്മളൊരു സ്റ്റോക്ക് പിടിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഏഷ്യൻ പെയിൻസിനെ നോക്കുക, എന്തുകൊണ്ടും ക്രീം കമ്പനിയാണ് ഏഷ്യൻ പെയിൻസ്. ഒരു ഫണ്ടമെൻ്റലി ഫിനാൻഷ്യലി എങ്കിൽ ഈ കമ്പനിയെ തെറ്റ് പറയാനായിട്ട് യാതൊരു കാര്യമില്ല, നല്ല ഒരു മാനേജ്മെൻറ്റും കൂടെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലാസ്റ്റ് 3-4 കൊല്ലമായി ഒരു ഇൻവെസ്റ്റർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ യു ആർ പീനലൈസ്ഡ് ഫോർ ബീയിങ് ഇൻ എ ഗുഡ് കമ്പനി. ഒരു ഗുഡ് കമ്പനിയിൽ ഉണ്ടായിട്ട് പോലും ആ സെക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സൈക്കിൾ മോശമായത് കാരണം, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ആയത് കാരണം
നിങ്ങൾ നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു നല്ല റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനെ നമ്മൾ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ്. അതായത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഈവൻ ഒരു ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും, ഒരു ബാങ്ക് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അതിനേക്കാളും പൈസ ഉണ്ടായിരുന്നേ എന്നുള്ള. അപ്പോൾ വലിയൊരു വെൽത്ത് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ബീയിങ് ഇൻ ദ റൈറ്റ് കമ്പനി അറ്റ് ദ റോങ് ടൈം എന്നും കൂടെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബിസിനസ് സൈക്കിളുകളെയും ഇൻട്രസ്റ്റ് റേറ്റുകളും എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യണത്, ഒരു സെക്ടറിനെ അഫക്റ്റ് ചെയ്യണത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കാര്യം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ പോകുന്നത് എന്നുള്ള. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കോമ്പറ്റീഷനൊക്കെ പെയിന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറും, എന്നിട്ട് കൺസോൾട്ടേഷൻ തിരിച്ചു വരും. അത് എപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 8 സെക്ടറിൽ 6 സെക്ടർ നമ്മൾ പറഞ്ഞല്ലോ, ഈ 6 സെക്ടറിൻ്റെയും ഇപ്പോഴത്തെ മാർജിൻ പീക്കായിട്ട് നിൽക്കുകയാണ്. കാര്യം അവിടെ കോമ്പറ്റീഷൻ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കണത്. ഇത് ഇങ്ങനെ തന്നെ നിൽക്കോ, സസ്റ്റെയിൻ ചെയ്യോ, കയറിപ്പോവോ, അതോ കുറയോ എന്നുള്ളതും കൂടെ നോക്കി വെക്കണം. അപ്പോൾ ഈ 2 വശം കൂടെ ഒരു പ്രേക്ഷകൻ ഇത് പഠിക്കണം എന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. ജാസ്മിൻ. യെസ് സാർ, ഏതായാലും നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ റെഡിയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും നമ്മൾ ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റെ സംബന്ധിച്ചിടത്തോളം വീണ്ടും 25,200 എന്നുള്ള ഒരു ലെവൽ കൈവിട്ടിരിക്കുന്നു. 25 പോയിന്റുകളുടെ ഒരു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരല്പം വ്യത്യസ്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇടിവ് കൂടുതൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലാണ് കാണുന്നത്. 100 പോയിന്റിലധികം ഒരു ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സ്പയറി ദിനത്തിനും വളരെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 26 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 21,186 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 31 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ 19 ഓഹരികൾ നിഫ്റ്റി 50യിൽ നിന്ന് ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഇടിവ് കുറച്ചുകൂടി വലുതാണ്. ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവോടുകൂടി 57,078 എന്ന് പറഞ്ഞൊരു നിരക്കാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നിഫ്റ്റി ബാങ്ക് സൂചികയിൽ പരിശോധിക്കുകയാണെങ്കിലും 8 ബാങ്കിങ് ഓഹരികൾക്ക് നേട്ടം നിലനിർത്താൻ സാധിക്കുമ്പോൾ 4 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നിന്ന് ഒരു ഇടിവും ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് പെർഫോമേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികളാണ്. ഏകദേശം 3/4% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹിൻഡാൽക്കോയ്ക്ക് സാധിക്കുന്നു. അപ്പോളോ ഹോസ്പിറ്റൽസിലേക്ക് കടക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാക്കുന്നു. സൺഫാർമ പരിശോധിക്കുകയാണെങ്കിലും ഭാരത് ഇലക്ട്രോണിക്സ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരു ഓഹരികൾക്കും സാധിക്കുന്നു. ഇതിൽ തന്നെ സൺഫാർമയുടെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്നൊരു കംബാക്ക് സൺഫാർമയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നൊരു കാര്യമാണ് സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇടിവിൽ ഉള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്രയുടെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏകദേശം ഒരു 1.5% ഒരു ഇടിവാണ് ഇപ്പോൾ ടെക് മഹീന്ദ്രയുടെ ഓഹരികൾ നിലവിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പാദഫലങ്ങളും മറ്റുമൊക്കെ വന്നിരുന്നു. അത്ര മികച്ച ഒരു പാദഫലവും മറ്റുമൊക്കെ കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്കിപ്പോൾ ടെക് മഹീന്ദ്രയെക്കുറിച്ച് ഇപ്പോൾ പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ജെഫ്രീസ് ടെക് മഹീന്ദ്രയ്ക്ക് ഒരു അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഏകദേശം 1,400 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് നൽകിയിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1,582 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ ടെക് മഹീന്ദ്രയിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിൽ ഒരു കറക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒന്നാം പാദത്തിലെ റവന്യൂ മറ്റുമൊക്കെ എസ്റ്റിമേറ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലും മറ്റുമൊക്കെ എത്തിയിരുന്നില്ല. എങ്കിൽ കൂടിയും കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് അഥവാ നെറ്റ് പ്രോഫിറ്റിലേക്ക് കടക്കുകയാണെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കാഴ്ചവെക്കാൻ കമ്പനിക്ക് സാധിച്ചു. ഇതിന് കമ്പനിക്ക് പ്രധാനപ്പെട്ട ഒരു പിന്തുണ നൽകിയിരിക്കുന്നത് അതർ ഇൻകത്തിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വരുമാനമാണ്. അതർ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കമ്പനിയുടെ കോർ ഓപ്പറേഷൻസിൽ നിന്ന് ഉണ്ടാകുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് കമ്പനിയുടെ ഒരു പെർഫോമൻസുമായിട്ട് നമുക്കിപ്പോഴും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നില്ല. എങ്കിൽ കൂടിയും കമ്പനിയുടെ മറ്റ് കാര്യങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഓർഡറുകൾ ലഭിക്കുന്നതിലും മറ്റുമൊക്കെ കമ്പനിക്ക് ശക്തമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നു. 2026 തന്നെ 2ാം പാദത്തിലേക്ക് കടക്കുകയാണെങ്കിലും മറ്റുമൊക്കെ കമ്പനിയുടെ ഭാഗത്ത് നിന്നൊരു ടേൺ അറൗണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജെഫ്രീസ് ടെക് മഹീന്ദ്രയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 2027 സാമ്പത്തിക വർഷത്തിലേക്ക് മറ്റൊക്കെ കടക്കുകയാണെങ്കിലും മറ്റൊക്കെ കമ്പനിയുടെ റവന്യൂ മാർജിനും മറ്റൊക്കെ ഒരു 15% ഒരു വളർച്ച കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് പറയുന്നു. കൂടാതെ മാർജിൻ എക്സ്പാൻഷൻ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അടുത്ത ഒരു 7 ക്വാർട്ടറുകളോളം കമ്പനിക്ക് ഒരു നേട്ടം കാഴ്ചവെക്കാനും സാധിച്ചേക്കാം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ ജെഫ്രീസ് ടെക് മഹീന്ദ്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മറ്റ് ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ SBI ലൈഫ് ഇൻഷുറൻസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് SBI ലൈഫ് ഇൻഷുറൻസ്
ഫിനാൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇറ്റേണൽ 1%, ICICI ബാങ്ക് 1% ഒരു ഇടിവിലേക്ക് നിലവിൽ കടക്കുമ്പോൾ HDFC ലൈഫിനെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലുള്ളൊരു ഇടിവ് നിലവിൽ HDFC ലൈഫും ഇപ്പോൾ കാഴ്ചവെക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഇടിവിൽ ഇന്ന് നേരത്തെ പറഞ്ഞതായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറവുണ്ടായിരിക്കുന്നു. ഏകദേശം ഒരു 75 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് 57,093 എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് കമ്പനികൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരികൾ ഒരു 0.5% നേട്ടം രേഖപ്പെടുന്നു. അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഫെഡറൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവായൊരു നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഓഹരികളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ICICI ബാങ്കിൽ ഏകദേശം 1% ഒരു ഇടിവുണ്ടാകുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 0.25% മുകളിലൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഏകദേശം 0.5%, പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു 0.25% ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡായ രീതിയിൽ തന്നെയാണ് സെക്ടറുകളുടെ ഭാഗത്ത് നിന്ന് ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നത്. എങ്കിൽ കൂടിയും കൂടുതൽ സെക്ടറുകൾക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മണിക്കൂറിൽ സാധിക്കുന്നു. ഇപ്പോഴൊരു മികച്ച മൊമെൻറ്റം നിലവിൽ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫാർമ സെക്ടറിലാണ്. ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 22,675 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊരു ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നാറ്റ്കോ ഫാർമയുടെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. അജാന്ത ഫാർമ 1.25%, ടൊറൻ ഫാർമയുടെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ 1.5% ഒരു നേട്ടവും രേഖപ്പെടുന്നു. അടുത്തായിട്ട് സൈഡസ് ലൈഫ് സയൻസിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലൊരു നേട്ടം സൈഡസ് ലൈഫ് സയൻസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. സൈഡസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കമ്പനിയുടെ പുതിയൊരു പ്ലാന്റിലും മറ്റുമൊക്കെ US FDAയുടെയും മറ്റും പരിശോധനയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ പരിശോധന കഴിഞ്ഞ് പ്ലാന്റിൻ്റെ പ്രവൃത്തിയും മറ്റുമൊക്കെ തൃപ്തികരമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പ്ലാന്റിന് കമ്മീഷനുള്ള ഒരു അംഗീകാരം US FDAയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസിറ്റീവ് വാർത്തകൾക്ക് ശേഷം നിലവിൽ സൈഡസിൻ്റെ ഓഹരികളും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നു. മറ്റ് ഓഹരികളിലേക്ക് നിലവിൽ കടക്കുകയാണെങ്കിൽ ലോറസ് ലാബ്സിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. ആബട്ടിൻ്റെ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ഫാർമ കമ്പനികളിൽ നിന്ന് രേഖപ്പെടുത്തുന്നു എന്നൊരു വിവരമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മറ്റൊരു സെക്ടർ ഇപ്പോൾ മികച്ച ഒരു മൊമെൻറ്റം നിലവിൽ നൽകുന്നത് നിഫ്റ്റി റിയൽറ്റിയാണ്. ഏകദേശം 0.25% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 996 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി റിയൽറ്റിയിൽ ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ഇതിൽ തന്നെ പ്രസ്റ്റീജ് എസ്റ്റേറ്റിൻ്റെയും മറ്റുമൊക്കെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഏകദേശം 2.25% ഒരു നേട്ടം പ്രസ്റ്റീജിൻ്റെ ഭാഗത്ത് നിന്ന്. ഫീനക്സ് മിൽസ് പരിശോധിക്കുമ്പോൾ ഏകദേശം 1.25% ഒരു നേട്ടവും ഉണ്ടാകുന്നു. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിൽ 20,179 എന്ന് പറഞ്ഞൊരു നിരക്കിലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% ഉള്ളൊരു ഇടിവിലേക്ക് നിഫ്റ്റി ബാങ്ക് ആദ്യം എത്തിയിരിക്കുന്നു. നിലവിൽ 57,032 എന്ന് പറയുന്ന ഒരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് പുരോഗമിക്കുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റ്സുകളായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ് നൽകിയത്. നമുക്ക് ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും നിഫ്റ്റിയിലേക്ക് തന്നെ ആദ്യം കടക്കുകയാണ്. ഇന്നൊരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ 25,200 മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു ലെവൽ കൈവിട്ടുകൊണ്ട് 25,170 എന്നുള്ളൊരു നിലവാരത്തിലേക്ക് ഒരു കൂടുതൽ ഇടിവാണ് ഒരു എക്സ്പയറി ദിനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻട്രാഡേക്ക് വേണ്ടി നമ്മൾ 20,290, 20,300 ഈ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ നിഫ്റ്റി 50ക്ക് ബ്രേക്ക് ഔട്ട് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷ് ആകും. ഓക്കെ സർ, നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഇടിവ് കൂടുതലാണ്. 160-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി 57,200 എന്നുള്ള ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 57,000 എന്നുള്ള ഒരു ലെവലിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എത്തി നിൽക്കുകയാണ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾക്ക് ഇനി പ്രധാനമായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇന്നൊരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. 57,350, 57,400 ഈ ഒരു റേഞ്ച് ആയിരിക്കാം ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും.
സർ, സെക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാ സെക്ടേഴ്സിലും ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ഒരല്പം പോസിറ്റിവിറ്റി കൂടുതലുള്ളത് റിയൽറ്റി സെഗ്മെന്റിലാണ്. റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ 0.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? നമ്മൾ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഔട്ട് പെർഫോമൻസ് നൽകിയൊരു ഇൻഡെക്സ് ആയിരുന്നു നിഫ്റ്റി റിയാലിറ്റി. അതിനുശേഷം ജൂൺ മാസം മുതൽ ഈ മാസത്തിന്റെ തുടക്കം വരെ നമുക്കൊരു നല്ലൊരു ഹെൽത്തി കറക്ഷൻ ആയിരുന്നു നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വീണ്ടും ഒരു റിവൈവൽ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാ മേജർ റിയാലിറ്റി സ്റ്റോക്സിലും നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇതിൽ എടുത്തു പറയാനുള്ള ബ്രിഗേഡ് എന്റർപ്രൈസസ്, അതുപോലെ തന്നെ ശോഭ ഡെവലപ്പേഴ്സ്, DLF ആൻഡ് ഗോദ്രേജ് പ്രോപ്പർട്ടി. സർ, മറ്റൊരു സ്റ്റോക്കിലേക്ക് പോവുകയാണ്. ഓല ഇലക്ട്രിക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 1% കൂടുതൽ ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി നമ്പേഴ്സ് വന്നതിന് ശേഷം എസ്പെഷ്യലി നെറ്റ് ലോസ് ആയിരുന്നു എങ്കിൽ പോലും മാനേജ്മെന്റ് കമന്ററിക്ക് പിന്നാലെയാണ് ഒരു വലിയ മുന്നേറ്റം, 19%-ഓളമുള്ള ഒരു വലിയ മുന്നേറ്റം നമ്മൾ സ്റ്റോക്കിൽ കണ്ടിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാര്യമായിട്ടുള്ള ഒരു ഇടിവുകൾ ഓരോ ദിവസവും ഓല ഇലക്ട്രിക് രേഖപ്പെടുത്തുകയാണ്. ഓലയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഓലയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കൊരു ബോട്ടം കാണാനുള്ള നല്ലൊരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 39.40 രൂപ. ആ ഒരു സപ്പോർട്ട് അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി ആൻഡ് റിവൈവൽ കാണാൻ സാധിക്കും. അറ്റ് ദ മൊമെന്റ് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ബട്ട് ഇന്ന് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡേ ആകുമ്പോഴേക്കും ഈ സ്റ്റോക്കിന് 43 രൂപയുടെ മുകളിൽ ട്രേഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം കൺഫേം ചെയ്യാൻ സാധിക്കും. ഏതായാലും ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുള്ള സ്റ്റോക്കിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ടെക് മഹീന്ദ്രയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ടെക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് 1.5%-ഓളം ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ റവന്യൂയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എബിറ്റ 7% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാർജിനിലും നേരിയ തോതിലെങ്കിലുമുള്ള ഒരു മെച്ചപ്പെടുത്തൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ടെക് മഹീന്ദ്രയിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ടെക് മഹീന്ദ്രയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1540 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻ ഒന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 1622 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. മറ്റൊരു സ്റ്റോക്ക് L&T ടെക്നോളജി സർവീസസ് ആണ്. ഇന്നിപ്പോൾ 1% കൂടുതൽ ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുടെ നമ്പേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റവന്യൂ 3.9% ഇടിവായിരുന്നു. എബിറ്റയും 3%-ഓളം ഇടിവാണ്. പക്ഷേ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത അത്രത്തോളം ഇടിവിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സിന് അപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു ഇടിവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ എന്ന് വേണം കണക്കാക്കാനായിട്ട്. L&T ടെക്നോളജിയിലുള്ള പ്രധാനപ്പെട്ട ലെവൽസ് ഇനി ഏതൊക്കെയാണ് വാച്ച് ചെയ്യേണ്ടത്? ജാസ്മിൻ, L&T ടെക്നോളജിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ മേജർ ആദ്യത്തെ റെസിസ്റ്റൻസ് 4500. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 4625, അതിനുശേഷം 4800. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4250 രൂപയുടെ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രദീപ് സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു സ്റ്റോക്ക് ലേ ട്രാവന്യൂസ് അഥവാ ഇക്സിഗോയുടെ ഓഹരികളായിരുന്നു. കമ്പനിയുടെ റിസൾട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് സ്റ്റോക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂവിൽ 73% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ 52%-ഓളം ഒരു വലിയ കുതിപ്പ് കാണാൻ സാധിച്ചു. മാർജിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരു നേരിയ തോതിലെങ്കിലുമുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ലേ ട്രാവന്യൂസിന്റെ ഈ ഒരു ഹൈ ലെവൽസിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, ഇന്ന് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൽകിയ. അതിനുശേഷം അറ്റ് ദ മൊമെന്റ് ഇന്നത്തെ ഡേ ഹൈ വിച്ച് ഇസ് ഓൾസോ ദി ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
ഈ സ്റ്റോക്കിന് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കറന്റ് ലെവൽസിൽ നിന്നും നമുക്കൊരു 15% നേട്ടം നൽകാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. പ്രദീപ് സാർ, മറ്റൊരു ടാറ്റ സ്റ്റോക്ക് റാലിസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ഓൾമോസ്റ്റ് 7% ഒരു ജമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റാലിസിൽ കണ്ടതാണ്. നിലവിൽ റാലിസ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? റാൽസിന്റെ കേസിൽ മെഞ്ഞാന്നായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച 385 രൂപ 75 പൈസ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് അടുത്ത 2-3 ദിവസം തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 340 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. റിസൾട്ടുകൾ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ഏഞ്ചൽ വൺ ആയിരുന്നു. ഇന്നൊരു പോസിറ്റീവ് നോട്ടിലാണ് ഏഞ്ചൽ വൺ ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ ഇൻകത്തിലും 8% ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. അതേസമയം ടോട്ടൽ നമ്പേഴ്സ് ഓഫ് ഓർഡറിലും ഒരു ഗ്രോത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 2590 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഹൗസിന് ഈ സ്റ്റോക്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ 2770, 2800 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ സ്റ്റോക്കിന് വീണ്ടും 2930 ആ ഒരു റേഞ്ചിൽ വീണ്ടും ഒരു വലിയ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രദീപ് സർ, അവസാനമായിട്ട് SBI കുറിച്ചാണ് ചോദിക്കുന്നത്. SBI സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. SBI 25,000 കോടി രൂപയുടെ ഒരു മെഗാ QIP ആരംഭിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് ഇന്നൊരു പോസിറ്റിവിറ്റിക്ക് കാരണമായിരിക്കുന്നത്. ഏതായാലും SBI സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സാറിന്റെ ഒരു ടേക്ക് കൂടി നമുക്ക് അറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 840, അതിനുശേഷം 860, 880. കറന്റ് ലെവൽസിൽ നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു പ്രദീപ് സർ. താങ്ക് യു ജാസ്മിൻ. സുരജ് സാർ, നമുക്ക് ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് തന്നെ പോകാം. ഏതെങ്കിലും സ്റ്റോക്സ് റിസൾട്ടുകൾക്ക് സാറ് കാര്യമായിട്ടുള്ള ഒരു ഒരു വ്യൂ കൊടുക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി റിസൾട്ടുകൾക്ക് ശേഷം സാർ വാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് തന്നെ പോകാം? ഇല്ല ജാസ്മിൻ, ശരിക്കും പറഞ്ഞാൽ L&T ടെക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. L&T ടെക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട്സ് ഭേദപ്പെട്ട രീതിയിലായിരുന്നില്ല. പക്ഷെ അതിന്റെ കമൻട്രി, അതായത് മാനേജ്മെന്റ് കമൻട്രി കോൺകോളിലൊക്കെ അവർ പറയുന്നത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ക്വാർട്ടറുകളിൽ നല്ല രീതിയിൽ ഏതാണ്ട് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് അവർ പറഞ്ഞേക്കണേന്നല്ല. അത് കൂടാതെ മാർജിൻ എക്സ്പാൻഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം കണ്ട റിസൾട്ടിൽ ശരിക്കും പറഞ്ഞാൽ റവന്യൂ ഡൗൺ ആയിരുന്നു, മാർജിൻ സ്റ്റഡി ആയിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് റവന്യൂ നന്നാവുകയും മാർജിൻ എക്സ്പാൻഷനും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ രീതിയിൽ അത് മാറും എന്നുള്ളത് കണ്ടുവെക്കേണ്ടതുണ്ട്. അപ്പൊ ബെയറിഷ് ട്രെൻഡ് ആണെന്നുള്ളത് നമ്മുടെ പ്രദീപ് പറഞ്ഞല്ലോ ടെക്നിക്കലി. ബട്ട് ഈവൻ ദെൻ മാനേജ്മെന്റ് ഗൈഡൻസ് വളരെ പോസിറ്റീവ് ആണെന്നുള്ളതാണ്. പിന്നെ ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം മിക്സ് ബാഗ് തന്നെ, അതായത് റവന്യൂ മിസ്ഡ് എസ്റ്റിമേറ്റ് എന്നുള്ളതാണ്. മാർജിൻ എക്സ്പാൻഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു, ഗൈഡൻസും ഒക്കെ നല്ലതാണ്. ബട്ട് റവന്യൂ തീർച്ചയായിട്ടും ഒരു മിസ് തന്നെയാണെന്നുള്ളത്. പിന്നെ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ നോക്കിയിരുന്ന ഒരു കാര്യം, GMR എയർപോർട്ടിന്റെ റിസൾട്ട് അല്ല, ബിസിനസ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ GMR എയർപോർട്ട് ഏവിയേഷൻ സെക്ടറിനെ സംബന്ധിച്ച് 2 ഹെഡ്വിൻസ് ഉണ്ട്, അതായത് 2 തടസ്സങ്ങളുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം ഉണ്ടല്ലോ, അതായത് നമ്മൾ കുറേ വാറുകളൊക്കെ നടന്നപ്പോൾ കുറേ ഫ്ലൈറ്റ്സുകൾ ഡിലേഡായി, ക്യാൻസലേഷൻ നടന്നു, അങ്ങനെയൊക്കെ ഇഷ്യൂ, പല എയർപോർട്ടും ഷട്ട് ഡൗൺ ആയിരുന്നു. ഈ ക്വാർട്ടറിൽ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് സംഭവിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, GMR എയർപോർട്ടിൻ്റെ തന്നെ ആ എയർപോർട്ടിൻ്റെ ഒരു റൺവേ ശരിക്കും പറഞ്ഞ ഒരു മെയിൻ്റനൻസിന് വേണ്ടി ക്ലോസ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ്സും കുറവായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാസഞ്ചേഴ്സും കുറവായിരുന്നിരിക്കാം എന്നുള്ളതാണ്. ശരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്തു. ശരിക്കും ഞാൻ ഒരു നെഗറ്റീവ് റിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ പോലും മൈനസിലേക്ക് പോയില്ല. അവരുടെ ഗ്രോത്ത് ഒന്ന് കുറഞ്ഞു എന്നല്ലാതെ, വിച്ച് ഈസ് വെരി ഗുഡ് ഫോർ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അത് പറഞ്ഞു വെക്കേണ്ടേ എന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വന്ന റിസൾട്ടിന്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ പോകുന്നതിന് മുമ്പേ
ഇന്നലെ വന്ന റിസൾട്ടുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ PVR, അതായത് റിസൾട്ട് എന്നല്ല, ഇന്നലെ വന്നൊരു ന്യൂസാണ്. ഈ PVR ഐനോക്സ്, നമ്മളും PVR ഐനോക്സിനെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതാണ്. അതായത് കർണാടക ഗവൺമെൻറ് ഒരു പുതിയ റൂൾ കൊണ്ടുവന്നിരിക്കുന്നു. അതായത് 200 രൂപയെ കൂടുതൽ ടിക്കറ്റ് ചാർജ് മേടിക്കാൻ പാടില്ല എന്നുള്ള. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അത് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഈ 2017 തന്നെ ഇതേപോലെ ഒരു റൂൾ കർണാടക വെച്ചു. ഈ കർണാടക വെച്ചപ്പോൾ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടെ കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു ഗവൺമെന്റിന് ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല. കാര്യം ഇതൊരു പ്രീമിയം ലെവലിൽ അവർ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്, അല്ലാണ്ട് എല്ലാ ചെറിയ തിയേറ്ററുകളും അല്ലല്ലോ. അതുമല്ല അവരുടെ ഓപ്പറേഷണൽ എക്സ്പെൻസ് കണക്കിലെടുത്തിട്ട് വേണം ഈ പറയുന്ന പോലെ കാര്യങ്ങളെ സംസാരിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു എന്നുള്ള. ഇപ്രാവശ്യവും ഇത് എന്തിനാണ് വെച്ചതെന്നറിയില്ല. പിന്നെ നമ്മുടെ പൊളിറ്റീഷ്യൻസിനെ അറിയാലോ, ഇതെല്ലാം കൂടെ ഒരു പ്രഷർ ടാക്സി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്യാഷ് ആൻഡ് കൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ മൂവി എക്സിബിറ്റേഴ്സിൻ്റെ എന്നുള്ളത് നമുക്കറിയില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ഈഗോ ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ള. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് റൂളായിട്ട് വന്നിട്ടില്ല കേട്ടോ. അതായത് ഒരു പബ്ലിക് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ ഇട്ടു, 15 ദിവസം കാത്തിരിക്കുന്നുണ്ട്. ഈ 15 ദിവസം എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. അതെന്തിനാണെന്ന് നമുക്കറിയില്ല. ഈ PVRനെ സംബന്ധിച്ച് 40% റവന്യൂ സൗത്തിൽ നിന്ന് വരുന്നതാണ്. ആ 40% 12%, 40-ൽ 12% കർണാടകയിൽ നിന്നാണ് വരുന്നതെന്നുള്ള. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ ഡിക്സന്റെ ഒരു അക്യൂസേഷൻ കൂടെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നത്, അതായത് ക്യൂടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 51% അവരൊരു സ്റ്റേക്ക് ഉയർത്തിയിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ ടോപ്പ് 5 ക്യാമറ മോഡ്യൂൾ സപ്ലയർ ആണ്. ഗ്ലോബലി ടോപ്പ് 5-ൽ ക്യാമറ മോഡ്യൂൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഈ ക്യൂടെക് എന്ന്. ഈ ക്യൂടെക്കിൽ 51% എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. കാര്യം ഈ ഡിക്സന്റെ ഈ മൊബൈൽ മാനുഫാക്ചറിങ്ങിനൊക്കെ സ്ക്രീനും ക്യാമറയൊക്കെ ആവശ്യമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യൂടെക് പോലുള്ള കമ്പനിയെ അക്വയർ ചെയ്യണം. അതായത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ, അതായത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനും കൂടെ നടത്തി ഒരു വാല്യൂ എഡിഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവർ ഇത് കൂടാതെ തന്നെ ഈ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ടേ ഒരു കമ്പനിയുണ്ട്, ചോങ് കിങ് യുഹായ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു ഡിക്സൺ ഒരു JV പോകുന്നുണ്ട്. അത് 74% ഇവരും 26% ആ കമ്പനിയുമായിട്ട് ചേർന്ന്. അപ്പോൾ അത് ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ അവർ വളരെ ക്രിട്ടിക്കൽ കമ്പോണൻസ്, ഈ കമ്പനി ഈ ലാപ്ടോപ്പിനും മൊബൈൽ ഫോണിനും അല്ലെങ്കിൽ IoT ഡിവൈസസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ് ഡിവൈസസിനൊക്കെ വളരെ ക്രിട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് അവരുമായിട്ടൊരു JVക്കും പോകുന്നുണ്ട്. അപ്പോൾ ഡിക്സന്റെ ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കൂടുതൽ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ആൻഡ് അസംബ്ലിങ്ങിൻ്റെയും അല്ലെങ്കിൽ അതേപോലെ ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെയും ഓർഡേഴ്സ് എടുക്കുക. അതുകൂടാതെ തന്നെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആ വാല്യൂ ചെയിനിൽ കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്ത് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതും കൂടെ ഡിക്സൺ പറഞ്ഞു വയ്ക്കുന്നു. ബട്ട് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ ഞാൻ ആളല്ല. കാര്യം അത് ട്രേഡ് ചെയ്യണ PE എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% ഗ്രോത്ത് 10 കൊല്ലത്തേക്ക് ഒരു കൊല്ലം പോലും ഡ്രോപ്പ് ചെയ്യാത്ത രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യും എന്നുള്ള ഒരു ഇമേജിലാണ് അതിന് ഇന്നത്തെ PE മാർക്കറ്റ് കൊടുത്തേക്കുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാമെന്നുള്ളത് വേറെ കാര്യം. സാർ, ഏതായാലും നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ഇന്ന് ഏതായാലും സ്റ്റോക്ക് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സ്റ്റോക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഞാനിത് ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സ്മോൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഒന്നും ഡിവൈഡ് ചെയ്തല്ല പറയാം. നമ്മൾ പറയുന്ന ഒരു സാധാരണ ജനങ്ങൾക്ക് ഒരു കാര്യത്തിനെ എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി പർച്ചേസ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഒരു ദിനചര്യയെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കാണുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ആയിട്ട് ജനറേറ്റ് ചെയ്യും, ഇതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് മാരിക്കോ എന്ന് പറയുന്നത്, അതായത് ബേസിക്കലി മാരിക്കോ എന്ന് പറഞ്ഞ കാര്യം ഞാൻ പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതേപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ മാരിക്കോയുടെ പ്രോഡക്റ്റ് കാണാതിരിക്കാൻ യാതൊരു വഴിയില്ല. കാര്യം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഹെയർ കെയർ, സ്കിൻ കെയർ, ഗ്രൂമിംഗ് സെഗ്മെന്റിലാണ്. അതിൽ അവരുടെ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. നമുക്കറിയാം പാരഷൂട്ട് കോക്കനട്ട് ഓയിലിൻ്റെ ആ നീല നിറം നമുക്ക് ഏത് കൊച്ചുകുട്ടിക്ക് പോലും തിരിച്ചറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ പാരഷൂട്ട് അല്ലാതെ അവർക്ക് വേറൊരു ബ്രാൻഡ് ഉണ്ട്, നിഹാർ നാച്ചുറൽസ് എന്ന് പറയും. അല്ലാതെ ഹെയർ ആൻഡ് കെയർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡും കൂടി ഇവർക്ക് ഹെയർ ഓയിൽ സെഗ്മെന്റിൽ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് മെയിൽ ഗ്രൂമിംഗ്, അതായത് ആണുങ്ങൾക്ക് ഈ ഗ്രൂമിംഗ് സെക്ഷനിൽ സെറ്റ് വെറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ സെറ്റ് വെറ്റിന് ശരിക്കും പറഞ്ഞാൽ ജെല്ലാണ് അവർക്ക് കൂടുതലുള്ള. ഇപ്പം അതിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് ഡിയോ ഒക്കെ വന്ന് തുടങ്ങി എന്നുള്ള. പിന്നെ ഇത് കൂടാതെ ബിയേർഡോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അതായത് നിങ്ങൾ മോൾസിലൊക്കെ പോകുമ്പോൾ അവർ ഷോപ്പ് ഉണ്ടാവില്ല, നമ്മൾ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ ഒരു കയോസ്ക് വെച്ചിട്ട് അവർ സെല്ല് ചെയ്യുന്നുണ്ടാവും ബിയേർഡോ എന്ന്. അപ്പോൾ ബിയേർഡോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബിയേർഡ് ഓയിൽ, ജെല്ല്, പെർഫ്യൂം, ഷേവിംഗ് ക്രീം, ഗ്രൂമിംഗ് കിറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ബിയേർഡോ. പിന്നെ സ്കിൻ കെയർ ആൻഡ് സ്റ്റൈലിംഗ്,
അതിൽ ലിവോൺ എന്ന് പറഞ്ഞിട്ട് ഹെയർ സീറം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ ബ്രാൻഡാണെന്നുള്ള. പിന്നെ ഇതൊന്നും കൂടാതെ അതായത് ഈ ഹെയർ കെയർ, ഗ്രൂമിംഗ് ഒന്നും കൂടാതെ പിന്നെ ഇവർക്കുള്ള ഫുഡ് ആൻഡ് വെൽനസ് അവിടെ ഭയങ്കരമായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യും. അവിടെയും ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ് ഈ സഫോള എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ സഫോളയുടെ എഡിബിൾ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അവർ ആ ബ്രാൻഡ് വെച്ച് പല പ്രോഡക്റ്റ് എക്സ്റ്റൻഷനും ഫുഡ് കാറ്റഗറിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സഫോളയുടെ ഓട്സ് ഉണ്ട്, സഫോള ഓട്സ് ഉണ്ട്, ഹണി ഉണ്ട്, മസാല ഓട്സ് ഉണ്ട്, അങ്ങനത്തെ പല പ്രോഡക്റ്റ് റേഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ സഫോളയുടെ പ്രോട്ടീൻ ഷേക്ക്, പ്ലാൻ പ്രോട്ടീൻ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു വാല്യൂ എഡീഡ് പ്രോഡക്ട്സ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോക്കോസോൾ എന്നൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് കോക്കനട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അത് ഫുഡും ഓയിലും അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള. പിന്നെ ട്രൂ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹെൽത്തി ഫുഡ്സ് ഉണ്ടാക്കുന്ന ഒരു പുതിയ ബ്രാൻഡ് അവർ കൊണ്ടുണ്ട്. അതായത് ഈ ഓട്ട് മീൽ, മുസേലി, ചിയ സീഡ്സ്, പ്രോട്ടീൻ മിക്സ്, ഗ്രനോള, റോൾഡ് ഓട്സ്, ഇതൊക്കെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ട്രൂ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അല്ലാതെ ഒരു ആയുർവേദിക് ബ്രാൻഡും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ജസ്റ്റ് ഹെർബ്സ്, അങ്ങനെ ഒരു ബ്രാൻഡും കൂടെ. അത് 2 ഡോക്ടർമാർ, എനിക്ക് തോന്നുന്നു ഒരു കപ്പിൾസ് നടത്തുന്ന കമ്പനി ഇവർ ടേക്ക് ഓവർ ചെയ്തതായിട്ട് കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയെന്നാണ്. എനിക്ക് ഓർമ്മയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ ഏതാണ്ട് 25 കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഇതൊന്നും കൂടാതെ ഇന്റർനാഷണലി നമ്മൾ പറയില്ല, ബംഗ്ലാദേശ്, വിയറ്റ്നാം, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കയിലൊക്കെ ഇവരുടെ പ്രോഡക്റ്റ് ഭയങ്കര ഹോട്ട് കേക്സ് ആയിട്ട് പോകും. എന്തിന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാരഷൂട്ടിന്റെ വളരെ വലിയൊരു മാർക്കറ്റാണെന്നുള്ള. അപ്പോൾ മാരിക്കോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് FMCG ആണെങ്കിൽ പോലും അതിന് ഗ്ലോബൽ പ്രസൻസ് ഉള്ളതും ഗ്ലോബൽ ടേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശികൾ കൂടുതലും മാരിക്കോയുടെ പാരഷൂട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. ഏതാണ്ട് 5 മില്യൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ കൂടെ ഇവർ സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവർ 2025 റവന്യൂസ് നോക്കുകയാണെങ്കിൽ 10,800 കോടി ഇവർക്ക് സെയിൽസ് ഉണ്ട്. 10,000 കോടിയിൽ കൂടുതൽ സെയിൽസ് ഉള്ള കമ്പനിയാണെന്ന് ആലോചിക്കണം. റവന്യൂ തന്നെ 1,658 കോടിയുണ്ട്. EPS 12.63 ആണ്. മാർക്കറ്റ് പ്രൈസ് 722 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ ഹെൽത്തിയാണ്, 41%. ROC, റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, 28% ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാര്യം, ഇതിനകത്ത് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അടുത്ത കാലത്ത് മാനേജ്മെന്റ് അവരുടെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇനി 10,000 കോടിയാണല്ലോ ഇവരുടെ സെയിൽസ്, 10,800 കോടിയാണ് 2025 സെയിൽസ്. അവർ പറയുന്നത് വെച്ചാൽ അടുത്ത 5 കൊല്ലം കൊണ്ട്, അതായത് 2030 20,000 കോടി സെയിൽസ് ആക്കും. അതായത് സെയിൽസ് ഡബിൾ ആക്കും എന്നുള്ളത് അത് നമ്മൾ സിമ്പിളായിട്ട് കാണണ്ട. അതായത് എത്രയോ നാളെടുത്താണ് മാരിക്കോ എന്ന് പറയുന്ന ഒരു കമ്പനി എത്രയോ കൊല്ലം എടുത്തിട്ടാണ് 10,000 കോടി സെയിൽസ് വന്നത്. ഇനി മറ്റൊരു മാരിക്കോ ഇതിൻ്റെ മുകളിൽ 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് ഒന്നാലോചിച്ചു. ഒരു മാരിക്കോൻ്റെ മുകളിൽ ഒരു മാരിക്കോം കൂടെ ഉണ്ടാക്കുന്നു, അതും വെറും ചുരുങ്ങിയ സമയമായ 5 കൊല്ലം. അത് എന്തൊരു ഗ്രോത്ത് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊരു സൈഡിൽ. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് കുറച്ച് പ്രോഡക്ട്സുകൾ ഇവർ ഓൺലൈൻ മാത്രമായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇവർ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറാത്തതാണെന്ന് തോന്നുന്നു. അവർ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്നതിൻ്റെ പ്രോഡക്റ്റിനെ അവർ ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡ്സ് എന്നാണ് പറയുന്നത്. ഈ ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡ്സ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ആമസോണിൽ കൂടെയും ഫ്ലിപ്കാർട്ടിൽ കൂടെയും നൈക്കയെ കൂടെയൊക്കെയാണ് ഇവർ ഷോപ്പ് സ്റ്റോപ്പ് ഒക്കെ കൂടിയാണ് ഇവർ സെല്ല് ചെയ്യണമെന്നുള്ളൂ. അവർ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത് മാർച്ച് 2027, അതായത് 2 കൊല്ലം കൊണ്ട് അതിൻ്റെ സെയിൽസ് 2.5 ടൈംസ് ആക്കി കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ വളരെ വലിയൊരു മാനേജ്മെൻറ്റ് ഗൈഡൻസ് എന്ന വളരെ വലിയ ഒരു ടോപ്പ് FMCG കമ്പനിയാണ് മാരിക്കോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവർ നമുക്കറിയാമല്ലോ, നമുക്കൊരു ടെയിൽ വിൻഡായിട്ട് ഇപ്പോൾ പറഞ്ഞ ഒരു കൺസംഷൻ ബൂം വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഇൻകം ടാക്സിൻ്റെ റേറ്റ് കട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് 12 ലക്ഷത്തിൻ്റെ. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടാതെ നമ്മൾ കേൾക്കുന്നത് ശ്രീ നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്സായിട്ടും ഡിസ്കസ് ചെയ്ത് GST റേറ്റ്സിൽ ഭയങ്കരമായിട്ട് റാഷണലൈസേഷൻ, അതായത് സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കുക ഒന്നാമത്തെ കാര്യം, രണ്ടാമത് പ്രോഡക്ട്സിൻ്റെ വില കുറയ്ക്കുക എന്നൊക്കെയുള്ള. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കാണിക്കുന്നത് ഒരു കൺസംഷൻ ബൂം ട്രിഗർ ചെയ്യാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ കയറുമെന്നോ ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ടും അല്ല. നമ്മൾ ഈ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ, അതായത് നമ്മൾ ഈ മൈഫിനിൽ ഓപ്പണിംഗ് അവേഴ്സിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ പല ആൾക്കാർക്കും നമ്മളെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ, ഇവർക്കാർക്കും വലിയ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇവർക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ ടെക്നിക്കലും ഫണ്ടമെന്റൽ അനാലിസിസും പഠിച്ചവരൊക്കെ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. എന്നാൽ അതുകൊണ്ട് ഇത് പഠിച്ചാൽ മാത്രമേ മാർക്കറ്റിൽ എക്സൽ ചെയ്യാവൂ എന്നുള്ള ഇല്ല. ഇതിൽ നന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് മാത്രം മതി. ഒരു സാധാരണക്കാരനും ഇതിനകത്തുനിന്ന് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെ? നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ നടക്കുന്ന കാര്യങ്ങളിൽ കൂടെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതായത് സാധാരണക്കാരന് വി ഡോണ്ട് ഗിവ് ദം ഫിഷ്,
വി ടീച്ച് ദം ഫിഷിംഗ്. അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ മാറ്റി എന്ത് കാര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഐഡിയ കാണാം എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ. ഒരു മീഡിയ കൂടാതെ നമുക്ക് നിങ്ങളോടൊരു ഓബ്ലിഗേഷൻ ഉണ്ട്, അതായത് നിങ്ങളെ ഇത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ സിമ്പിൾ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ന്യൂസാണ് ഈ മാനേജ്മെൻറ്റ് റവന്യൂ ഡബിൾ ആക്കുന്ന ഒരു ന്യൂസ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ബാക്കിയുള്ള ഡിസ്ക്ലെയിമർ ജാസ്മിന് പറയാം. ഏതായാലും സാർ ഒരുപാട് പേര് കമൻസിൽ നമ്മൾക്ക് ഒരു വിഷസൊക്കെ പറയുന്നുണ്ട്. ബെൻസി, അതോടൊപ്പം തന്നെ തങ്കമ്മ ചാക്കോ, അഖിൽ, അനന്തു, അങ്ങനെ ഒരുപാട് പേര്. ഇവരെയൊക്കെ നമുക്ക് നന്നായിട്ട് പരിചയമുണ്ട്. കാര്യം ഡെയിലി നമുക്ക് ഇതേപോലെ അവർ കമന്റ് അയക്കുന്നുണ്ട്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് നമ്മൾ ഇവരെ കണക്കാക്കുന്നത് എന്നുള്ള പറഞ്ഞു വെക്കുന്നത് ജാസ്മിൻ. ഏതായാലും ഒരുപാട് പേരുടെ ഒരു വിഷസൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ആണ് കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അതിന്റെ താഴെ നിങ്ങളുടെ കമന്റ്സും ക്വയറീസും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇവിടെ സംസാരിച്ച ഒരു സ്റ്റോക്കും അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.